ബഹിരാകാശത്ത് തുടരുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും ഫെബ്രുവരിയിലും ഭൂമിയിലേക്ക് എത്തില്ല. ഇരുവരുടെയും മടക്കയാത്ര ഇനിയും നീളുമെന്നാണ് നാസ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വിവരം. സ്റ്റാർലൈനർ പേടകത്തിന്റെ തകരാറിനെ തുടർന്നാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയത്. ഇരുവരെയും 2025 ഫെബ്രുവരിയിൽ തിരികെ എത്തിക്കാനാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കാത്തിരിപ്പ് നീളുമെന്നാണ് നാസ ഇപ്പോൾ അറിയിക്കുന്നത്. ഇരുവരെയും തിരികെ എത്തിക്കുന്നതിനുള്ള സ്പേസ് എക്സിന്റെ ക്രൂ 9 ദൗത്യം വൈകുന്നതാണ് കാരണം. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ബഹിരാകാശ നിലയിൽ നിന്നും തിരിക്കുന്ന ക്രൂ 9 പേടകത്തിൽ ഇരുവരെയും ഭൂമിയിലേക്ക് അയക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ദൗത്യം മാർച്ചിലേക്ക് നീട്ടിയിരിക്കുകയാണ്. ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ജൂൺ 6-നാണ് സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലെത്തിയത്. 10 ദിവസത്തിനുള്ളിൽ മടങ്ങാൻ പദ്ധതിയിട്ടെങ്കിലും പേടകത്തിലെ ഹീലിയം ചോർച്ചയും ത്രസ്റ്റർ തകരാറും കാരണം മടങ്ങിവരവ് പ്രതിസന്ധിയിലാവുകയായിരുന്നു. സുരക്ഷാ വിഷയം കാരണം ഇരുവരെയും തിരികെ എത്തിക്കാനാകാതെ സ്റ്റാർലൈനർ പേടകം പിന്നീട് തനിയെ ഭൂമിയിലേക്ക് മടങ്ങി. തുടർന്നാണ് 5 മാസത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം 2025 ഫെബ്രുവരിയിൽ മടങ്ങിയെത്തുന്ന സ്പേസ് എക്സിന്റെ ക്രൂ 9 പേടകത്തിൽ ഇരുവരെയും തിരികെ എത്തിക്കാൻ തീരുമാനിക്കുന്നത്. എന്നാൽ മടക്കയാത്ര വൈകുന്നതിലെ ആശങ്കയെല്ലാം മാറ്റിവെച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് സംഘം. ക്രിസ്മസ് സമ്മാനങ്ങൾ സ്പേസ് എക്സ് ഡ്രാഗൺ ക്യാപ്സ്യൂൾ ബഹിരാകാശത്തേക്ക് കാർഗോ ഡെലിവറി നടത്തിയിരുന്നു. പിന്നാലെ ക്രിസ്മസ് തൊപ്പിവെച്ച് സാന്റയായി നിൽക്കുന്ന സുനിതയുടെയും ഡോൺ പെറ്റിന്റെയും ചിത്രവും നാസ പങ്കിട്ടു. മാർച്ച് അവസാനത്തിലേക്കെങ്കിലും ഇരുവരുടെയും മടക്കയാത്ര നീളുമെന്നാണ് നാസ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വിവരം.